മുണ്ടക്കൈയിൽ മഴ കനത്തതോടെ ഷാക്കിറയ്ക്കാകെ ഭയമായി. ഇരിക്കപ്പൊറുതിയില്ലാതെയായി. നമുക്ക് ഇവിടം വിട്ട് മേപ്പാടിയിലെ എൻ്റെ വീട്ടിലേക്ക് പോകാം. ഷാക്കിറ ഭയം പെരുകിയപ്പോൾ ഭർത്താവ് മുഹമ്മദ് അലീസിനോട് പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി മഴ അതിതീവ്രമായതോടെയാണ് ഷാക്കിറ ഭർത്താവിനെ നിർബന്ധിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളുടെ പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. തിങ്കളാഴ്ച രാത്രി മഴ പെരുകിയതോടെ ഭാര്യ ഷാക്കിറയ്ക്ക് വല്ലാത്ത പേടിയായി. ഭാര്യ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമൊന്നും ഞങ്ങൾ അത് കാര്യമാക്കിയില്ല. ഒന്നും പേടിക്കാനില്ലെന്നും ഒരു കുഴപ്പവും വരില്ലെന്നും ഞങ്ങൾ പറഞ്ഞു നോക്കിയെങ്കിലും ഷാക്കിറ കൂട്ടാക്കിയില്ല. അവസാനം ഞങ്ങൾ വഴങ്ങി. രാത്രി തന്നെ ഭാര്യ വീട്ടിലേക്ക് പോയി. കുട്ടികളെയും എൻ്റെ മാതാപിതാക്കളെയും എല്ലാം കൂട്ടിയാണ് പോയത്. മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെയോടെയാണ് മുണ്ടക്കൈയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായത്. ഇപ്പോൾ എൻ്റെ വീട് മാത്രമേ അവിടെ കാണാനുള്ളൂ. പാറകളടങ്ങിയ അവശിഷ്ടങ്ങളും ചെളിവെള്ളവും നിറഞ്ഞിരിക്കുകയാണ്. SS റോഡിലെ മറ്റു വീടുകളെല്ലാം ഒലിച്ചുപോയി. മുഹമ്മദ് അലീസ് പറഞ്ഞു. ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയാണ് മുഹമ്മദ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മേഖലയിൽ ഉരുൾപൊട്ടലൊന്നും ഉണ്ടാകാതിരുന്നത് ആളുകൾ ഇത്തരമൊരു ദുരന്തം തങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മുഹമ്മദ് അലീസ് പറഞ്ഞു. മേപ്പാടിയിലേക്ക് ഞങ്ങൾ പോകുന്ന വഴി ചിലരോടൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരൊന്നും കൂട്ടാക്കിയില്ല. എൻ്റെ അച്ഛൻ്റെ സഹോദരനെയും കുടുംബത്തെയും കാണാനില്ല. മുണ്ടക്കൈ സർക്കാർ LP സ്കൂൾ PTA വൈസ് പ്രസിഡന്റായ മുഹമ്മദ് പറഞ്ഞു. ഈ മേഖല ആളുകൾക്ക് താമസിക്കാൻ കൊള്ളാതായെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പലരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും എത്ര പേർക്ക് ജീവൻ രക്ഷപ്പെട്ടെന്നും എത്ര പേരെ കാണാതായെന്നും ഒന്നും അറിയില്ല. ഞങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും ഇവിടെ വീട് കെട്ടിപ്പൊക്കാനും മറ്റുമാണ് നിക്ഷേപിച്ചത്. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ കൊള്ളാതായിരിക്കുന്നു. ഇനി തങ്ങൾ ഇവിടെ താമസിക്കില്ലെന്നും മുഹമ്മദ് അലീസ് വ്യക്തമാക്കി. 4 കിലോമീറ്ററോളം തകർത്തുകളഞ്ഞ ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയവർ ഇപ്പോഴും അതിൻ്റെ ഷോക്കിലാണ്. ചിലരൊക്കെ കരയുന്നു. നഷ്ടപ്പെട്ടു പോയ ഉറ്റവരെ ഓർത്ത് മരവിച്ചിരിക്കുന്നു. അതിനിടെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട കഥ പറയുന്നു OP മൊയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് മൊയ്തു നോക്കുമ്പോൾ കാണുന്നത് കഴുത്തറ്റം വെള്ളമാണ്. ഒരു നടുക്കത്തോടെ ഓർത്തു. മകൾ റംസീനയും 8 മാസം പ്രായമായ കുഞ്ഞും അടുത്ത മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ടല്ലോ എന്ന്. നീന്തിച്ചെന്ന കുഞ്ഞിനെ ആദ്യം കയ്യിലെടുത്തു. അപ്പോഴേക്കും വീട് മുഴുവൻ വെള്ളത്തിലായി. പെട്ടെന്ന് മുറിയിലെ കട്ടിൽ വെള്ളത്തിലെ മുകളിലേക്ക് ഉയർന്നതോടെ അതിൽ തൂങ്ങിപ്പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഭാര്യ കദിയയും മറ്റൊരു മകളും കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നതിനാൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതേസമയം ഇപ്പോഴും നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം രാത്രിയായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. കനത്ത മഴ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതും. താൽക്കാലികമായി നിർമ്മിച്ച പാലവും വെള്ളത്തിനടിയിലായ അവസ്ഥയാണ്.